മോനെ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം എത്രയായി? എന്താ കിടക്കാത്ത? അല്ല അമ്മ, വെബ്സൈറ്റിൽ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് കിടക്കാം. അതൊക്കെ ഇനി നാളെ ചെയ്യ, കിടക്കാൻ നോക്ക്. അമ്മ, വെബ്സൈറ്റ് മുഴുവനായിട്ട് തന്നെ ഡെലിവറി ചെയ്യണം. ഇനി ജോലി തീർത്താലേ നാളെ രാവിലെ ക്യാഷ് കിട്ടുള്ളൂ. അമ്മ എന്താ ആലോചിക്കണത്? ഇത്രയും ബുദ്ധിമുട്ടിന്റെ ഇടയിൽ എന്നോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. പ്രിയയുടെ കോളേജ് ഫീസ് നാളെ അടയ്ക്കണം എന്നാ പറഞ്ഞു. അമ്മ, അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഈ ജോലി തന്നെ തീർക്കണം എന്ന് പറഞ്ഞ്. അമ്മ പോയി കിടന്നു, ഞാൻ തീർത്തിട്ട് കിടന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എൻ്റെ മേലാണെന്ന് അറിയാം. പക്ഷേ എൻ്റെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാതിരുന്ന എങ്ങനെ ശരിയാവുക? അമ്മ ടെൻഷൻ ആവേണ്ട, എനിക്കൊന്നും പറ്റില്ല. ഇപ്പം അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും അമ്മയ്ക്കും പ്രിയയ്ക്കും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. മോനെ അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ, ഇത് വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ എനിക്കെന്തെങ്കിലും പറ്റൂലെന്ന് ആർക്കറിയാം. ഞാൻ അങ്ങനെ ഉണ്ടായാലും അമ്മയ്ക്കും പ്രിയയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നീ എന്ത് ചെയ്ത കാര്യമായി പറയണത്? അമ്മ, ഞാനൊരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. കുടുംബത്തിൽ വരുമാനമുള്ള ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് വലിയൊരു തുക ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല. എന്തിനാ മോനെ കിട്ടണ പൈസ ഓരോന്നിനും കൊണ്ടുപോയി കളയണത്? അമ്മ, അതിന് വലിയ ചിലവൊന്നുമില്ല. 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ മാസം വെറും 595 രൂപ മുതൽ ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല ആദ്യ വർഷത്തെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ട് ലഭിക്കും. പക്ഷെ ഇത് സേഫ് ആണോ മോനെ? അതെ അമ്മേ, അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 99.70%. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് ക്യാഷ് കിട്ടുകയും ചെയ്യും. മോനെ ഇത് എവിടുന്ന് എടുക്കുക? അപ്പുറത്തെ രാധിയുടെ മകനോട് പറയണം. അത് എളുപ്പമാണ് അമ്മേ, ഞാനത് ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് എല്ലാ വിവരങ്ങളും പരിശോധിക്കാൻ പറ്റും.